ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രൊഫസർ KV തോമസ് ആണ്. അദ്ദേഹം കേരള സർക്കാരിൻ്റെ കേന്ദ്രത്തിലെ പ്രതിനിധിയാണ്. സർ, ഈ ഇൻവെസ്റ്റ് കേരള ആഗോള സമ്മിറ്റിൽ പങ്കെടുത്തോടുകൂടി താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വലിയൊരു കേരളത്തിൻ്റെ വ്യവസായ രംഗം വലിയൊരു കുതിപ്പിലാണ് എന്നുള്ളത് തെളിയിക്കുന്നത് കൂടിയല്ലേ ഈ ഒരു ഉച്ചകോടി? ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 50 വർഷം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിൽ കരുണാകരനോടൊപ്പം ഇത്തരം സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. അതൊക്കെ വിജയപ്രദമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ജനപങ്കാളിത്തം കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, പ്രതിപക്ഷം ഒന്നിച്ച് നിൽക്കുന്നു. ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് കേരളത്തെക്കുറിച്ച് എന്നും പറഞ്ഞത് ഇവിടെ ഒന്നും സമരമാണ്, ബഹളമാണ്, ഒരു ബിസിനസ് കൊണ്ടുനടക്കാൻ അത് മാറി ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് നിൽക്കുന്നു. പൊതുസമൂഹം ഒന്നിച്ച്, മാധ്യമങ്ങൾ പലപ്പോഴും നെഗറ്റീവായി നിൽക്കുന്ന മാധ്യമങ്ങൾ ഈ സംരംഭത്തെ സംബന്ധിച്ചുള്ള അനുകൂലമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കേരളത്തിലൊരു പുതിയ മാറ്റം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നടക്കാൻ പോകും. കഴിഞ്ഞ ദിവസം സിൽവർ ലൈനിന് അനുകൂലമായിട്ട് കേന്ദ്രമന്ത്രി സംസാരിക്കുകയുണ്ടായി. കേന്ദ്രത്തിൻ്റെ പിന്തുണ കിട്ടുമെന്ന് വാക്കാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒരു കേരള സർക്കാരിൻ്റെ കേന്ദ്രത്തിലെ പ്രതിനിധി എന്ന രീതിയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ വാഗ്ദാനത്തെ? ഈ സ്വീകരണമായിട്ട് കുറേ നാളുകളായി ബന്ധപ്പെടുന്ന ഈ പ്രോജക്റ്റുമായി, കാരണം അദ്ദേഹം രംഗത്തെ അതികായനാണ്. അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി വന്ന് അദ്ദേഹം കണ്ടു, ചർച്ച നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രപ്പോസലുണ്ട്, പില്ലറിലും അണ്ടർഗ്രൗണ്ടും കൂടി ഡൽഹിയിൽ സക്സസ്ഫുള്ളായ പ്രോജക്റ്റാണ്. അതിൻ്റെ പ്രപ്പോസൽ CM കൊടുത്തു. CM അതെനിക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അശ്വിനി കുമാറിന് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അശ്വിനി കുമാറുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തിട്ടാണ് ആ മീറ്റിംഗ് വെച്ചത്. പക്ഷേ അത് ഡൽഹിയിലുണ്ടായ റെയിൽവേ സ്റ്റേഷനിലെ അപകടം മൂലം അത് മാറ്റിവെക്കും. താമസിയാതെ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് ക്ലിയറായിട്ടൊരു ചിത്രം വരും. ഏതായാലും നമ്മുടെ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലുണ്ട്. സിൽവർ ലൈനിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അത് ഭാവിയിൽ എന്തായാലും യാഥാർത്ഥ്യമാകും. ആ രീതിയിൽ തന്നെയാണോ അങ്ങ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്? പേര് വെച്ചാണ് ഇപ്പോൾ തല്ലുപിടിക്കുന്നത്. നമ്മളുദ്ദേശിക്കുന്ന ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റമാണ്. നമ്മൾ കേരള കോർപ്പറേഷനാണെങ്കിൽ സിൽവർ ലൈനാണെങ്കിൽ ഇവിടെ ആളുകൾക്ക് അലർജിയാണ്. സിൽവർ ലൈൻ എന്ന് പറയും. നമ്മളുദ്ദേശിക്കുന്നത് ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റമാണ്. അപ്പോൾ വന്ദേ ഭാരത് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സമീപനം? ഇവിടെ അത് നടക്കില്ല. കേന്ദ്രത്തിൻ്റെ ആ ഒരു അലർജി മാറി അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇന്നലെ പീയൂഷ് ഗോയൽ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ ഇന്നലെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അപ്രോച്ച് കാരണം ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്, ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്ന ഗവൺമെൻറ്, ലോകത്തിന് മാതൃകയായ ഗവൺമെൻറ്. അത് ആരോഗ്യരംഗത്ത്, ക്രമസമാധാന രംഗത്ത്, ടൂറിസത്തിൽ വളരെ വളർച്ച, അങ്ങനെ ഒരു അഭൂതപൂർവ്വ മാറ്റം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട്. ഓക്കെ, വളരെ നന്ദി.